വനത്തിനുള്ളിൽ ഒരു കുരിശുണ്ട്. അവിടെ തീർത്ഥാടകർ പോകാറുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ഒരു വഴിയാണത്. ഇങ്ങനെയാണോ ആന കയറുന്നത്? ഈ സൈഡിൽ കൂടെ ആന കയറി വരുന്ന വഴിയാണ്. ഈ തെങ്ങൊക്കെ ഇടിച്ച പാടകളാണ്. നമ്മുടെ ഈ നിലയ്ക്കൽ പള്ളി തോമസ് ലീഗയുടെ, അതായത് സെന്റ് തോമസ് ചർച്ച്, എക്യുമെനിക്കൽ ചർച്ച്, അതായത് ഒരു 2000 വർഷത്തോളം പഴക്കമുണ്ട്. ഒരു ക്ഷേത്രത്തിന് വേണ്ടി പള്ളിയുടെ ഭാഗം കൊടുക്കുകയാണ് ചെയ്തത്. അതെനിക്ക് പള്ളിയുടെ ഭാഗം കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു പ്രശ്നമില്ലാതെ നല്ല സമാധാനം ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ഒരു പള്ളി എന്നുള്ളതാണ്. അത് ഒരു ജനമൈത്രിയുടെ അല്ലെങ്കിൽ സാഹോദര്യ സ്നേഹത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഞങ്ങളോട് പരിചയമുള്ളതുകൊണ്ട് അച്ചമ്മിക്കാർ ഇതിന് ആനയ്ക്കൊക്കെ പേര് കൊടുക്കും. ഒരു ആനയെ കണ്ടുകൊണ്ട് അപ്പൂന്ന് പേര് കൊടുത്തു. അപ്പൂന് 2 ഭാര്യമാരാണ്, അമ്മു അമ്മിണി. 2 പിള്ളേരുണ്ട്, കുട്ടന് കുട്ടപ്പന്. പിന്നെ അത് ആന കുറെ ആനയോടായി. ഇനി അച്ഛനെ വിളിച്ചിട്ട് അതിന് പേര് കൊടുക്കണം. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. നമ്മുടെ ഗ്രീൻ മെഡിഷൻ ചാനലിന്റെ യാത്രാക്കാഴ്ചകളിൽ ക്ഷേത്രായനമുണ്ട്. അതുപോലെ തന്നെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട, മോസ്കുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റോറികൾ നമ്മൾ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നിലയ്ക്കൽ പള്ളിയിലാണ്. നിങ്ങൾക്കറിയാം, ശബരിമല ക്ഷേത്രത്തോളം പഴക്കമുള്ള ആരാധനയുള്ള എക്യുമെനിക് ചർച്ച്. ഏത് ജാതി മതസ്ഥർക്കും എത്താൻ പറ്റുന്ന ഒരു പള്ളിയാണ്. വനത്തിന് നടുവിലാണ്. സീതത്തോട് വഴി, ആങ്ങാമൂഴി വഴി നിങ്ങൾക്ക് കയറി വരാം. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും എപ്പോഴും വന്യമൃഗങ്ങൾ മേയുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോളേജും കാര്യങ്ങളും പഠനങ്ങളും ആളുകൾ വന്നു പോവുകയും എല്ലാ ആൾക്കാരും ഇപ്പൊ നമ്മളിന്നിപ്പോൾ വയനാട് നിന്നൊരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അച്ചാനാണ്, ബ്ലസൻ അച്ചാനാണ് ഇവിടുത്തെ കെയർ ടേക്കർ. ഈ നാട്ടുകാരനാണ്. ഒറ്റയ്ക്ക് ആഹാരമൊക്കെ വെച്ച് പാചകം ചെയ്ത് ഇങ്ങനെ തനിയെ ഈ വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പക്ഷി മൃഗാദികളുടെ ശബ്ദമൊക്കെ കേട്ട് വനവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതാണ്. അതിന്റെ സന്തോഷമൊക്കെ മുഖത്തുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എവിടെ ചെന്നാൽ ഒരാളെ കണ്ടപ്പെട്ട ഞങ്ങളെ കണ്ടപ്പോഴേക്കും ചിരിച്ചോണ്ട് ഇറങ്ങിയാണ്. അത്രയ്ക്ക് ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാരണം ഈ വനത്തിലൊക്കെ യാത്ര ചെയ്യും, ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ചിലപ്പോഴേക്കും എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ ഒന്ന് വന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ വീണ്ടും വന്നപ്പോൾ അച്ഛൻ ഇതിന്റെ കറക്റ്റ് ഒരു ഹിസ്റ്ററി അറിയാം. ഇതുപോലെ പെട്ടെന്ന് ആരും പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് വെച്ചാൽ നമ്മുടെ ഈ നിലയ്ക്കൽ പള്ളി തോമസ് ലീഗയുടെ, അതായത് സെന്റ് തോമസ് ചർച്ച്, എക്യുമെനിക്കൽ ചർച്ച്, 2000 വർഷത്തോളം പഴക്കമുണ്ട്. നിലയ്ക്കലായിരുന്നു, അത് മാറ്റി സ്ഥാപിച്ചതാണ്. പക്ഷെ നമുക്ക് ഈ ഏടരപ്പള്ളി സന്ദർശനത്തിൽ പ്രധാന പള്ളിയാണ് നിലയ്ക്കൽ പള്ളി. അതെ അല്ലെ? ശാന്തസുന്ദരമായ അന്തരീക്ഷം, വനത്തിന്റെ നിബിഡത, ഇതൊക്കെ മനസ്സിൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഇതിനെ പറ്റിയൊക്കെ? ഇത് നമുക്ക് എപ്പോഴും ആനയും പുലിയൊക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. ആൾക്കാർ, സന്ദർശകർ എപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തോമസ് ലീഗ ഏടരപ്പള്ളി സ്ഥാപിച്ച ഒരു പള്ളിയാണ്. യഥാർത്ഥത്തിൽ ഈ പള്ളി ഇവിടെ അല്ലായിരുന്നു. ഇവിടുന്ന് ഷോർട്ട് കട്ട് പോയ 2.5 കിലോമീറ്റർ അപ്പുറം വനത്തിൽ കൂടി പോയ 2.5 കിലോമീറ്റർ ശബരിമല നിലയ്ക്കലായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത്. ഇത് നിലയ്ക്കൽ പട്ടണമായിരുന്നു, ജനവാസം ഉണ്ടായിരുന്ന ജനവാസ മേഖലയായിരുന്നു പണ്ട് കാലത്ത്. ഇത് പാണ്ടിപ്പട അക്രമകാരികൾ, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന വാവരും അയ്യപ്പനും ഒക്കെ ഉള്ള ആ ഒരു സമയമാണ് പാണ്ടിപ്പട. ആ സമയത്ത് ആക്രമണം നടന്നു, ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്തു. അങ്ങനെ അവർ പിടിച്ചെടുത്തു. പിന്നീട് അവർ വനമായി മാറി. അതെ. തോമസ് ലീഗ സ്ഥാപിച്ച പള്ളികളെല്ലാം കടൽ തീരങ്ങളിലൊക്കെ ആയിരുന്നു. മലമ്പ്രദേശത്തുള്ളത് ഈ നിലയ്ക്കൽ പള്ളി മാത്രമേ ഉള്ളൂ. നിലയ്ക്കൽ ഒരു പട്ടണമായിരുന്നു. ഏടരപ്പള്ളിയിലെ ഈ ഒരു പള്ളി മാത്രമാണ് വന്യജീവികളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലയ്ക്കൽ പട്ടണമായിരുന്നു, ജനവാസം ഉണ്ടായ സ്ഥലമായിരുന്നു. ഇത് പാണ്ടിപ്പട അക്രമകാരികൾ, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇത് കളഞ്ഞു പൊളിച്ച് കാഞ്ഞിരപ്പള്ളി, നിരണം ഇങ്ങനെ സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. പിന്നെ ഇത് വനമായി പോയി. പിന്നെ ഫാമിംഗ് കോർപ്പറേഷൻ വക 100 ഏക്കർ സ്ഥലം പാട്ടപ്പുരയിടത്തിന് കരിമ്പും കൃഷിക്ക് വേണ്ടി കൊടുത്തു. കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ തെളിച്ചു ചെല്ലുമ്പോഴാണ് പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകെട്ടുകയും ക്രിസ്തീയ സഭകളെല്ലാം ഒന്നിച്ചുകൂടി അവിടെ ഒരു പള്ളി വേണം തീരുമാനം എടുക്കുകയും ചെയ്തു. അവിടുന്ന് കിട്ടിയ കുരിശ് അവിടെ സ്ഥാപിച്ചു. പിറ്റേ ദിവസം കുരിശ് മോഷണം പോയി. ശബരിമലയുടെ വികസനം പോകൊണ്ട് പള്ളി തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കി. ഒരു കേസായി. അങ്ങനെ കരുണാകര മന്ത്രിസഭ ഒരു ഒത്തുതീർപ്പിൽ ആ സ്ഥലം, കരുണാകര മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കരുണാകര മന്ത്രിസഭ ആയിരിക്കുമ്പോഴാണ് നമുക്ക് സ്ഥലം കിട്ടുന്നത്. ആ സ്ഥലം നമുക്ക് ശബരിമലയുടെ പാർക്കിംഗ് ഏരിയക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഈ വനഭൂമി നമുക്ക് 5.5 ഏക്കർ സ്ഥലം വനഭൂമി കരുണാകര മന്ത്രിസഭ നമുക്ക് പള്ളി പണിയാൻ വേണ്ടി തരികയും ചെയ്തു. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു ക്ഷേത്രത്തിന് വേണ്ടി പള്ളിയുടെ ഭാഗം കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് പള്ളിയുടെ ഭാഗം കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു പ്രശ്നമില്ലാതെ നല്ല സമാധാനം ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ഒരു പള്ളി എന്നുള്ളതാണ്. അത് ഒരു ജനമൈത്രിയുടെ അല്ലെങ്കിൽ സാഹോദര്യ സ്നേഹത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. അവിടെ സ്ഥലം പാർക്കിങ്ങിന് കൊടുത്തു. ഇവിടോട്ട് കരുണാകരൻ ഇരുന്ന സമയത്ത് അദ്ദേഹം സ്ഥലം അക്വയർ ചെയ്ത് തന്നു.
ഇത് എല്ലാ സഭകളും ഉള്ള ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ്. ഏതെങ്കിലും രൂപതയുടെ അണ്ടറിലാണോ ഇത്? എല്ലാ പിതാക്കന്മാരും ഉള്ള ഒരു ട്രസ്റ്റാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ പിതാക്കന്മാരുടെ ട്രസ്റ്റാണ്. പിന്നെ അച്ഛന്മാരുടെ സെമിനാറുകൾ, യൂത്തിന്റെ ക്യാമ്പുകൾ ഒക്കെ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഈ രാത്രി കാലങ്ങളിലൊക്കെ മൃഗങ്ങളെ ഒക്കെ കാണാറുണ്ടല്ലേ? രാത്രി കാലങ്ങൾ കൂടുതൽ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റത്തില്ല. ബൈക്കിലാണ് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 16 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു. 2 വർഷമേ ആയുള്ളൂ ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം ബൈക്കിൽ കയറി വരുമ്പോൾ നടന്നാണ് വരുന്നത്. രാവിലെ വനത്തിൽ കൂടെ നടന്നു. ഞങ്ങൾ ആന പിന്നോട്ട് പോയിരുന്നു. പുലിയുടെ കാഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. പുലിയുണ്ട്, ഇടയ്ക്ക് കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്. അപ്പൊ നടന്നു വരുമ്പോൾ നമുക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മള് തമ്പുരാന്റെ സന്നിധിയിലായ വിശ്വാസത്തോടെ നമ്മൾ പോരും. തമ്പുരാനെ വിളിച്ചിട്ടാണ് കർത്താവ് രക്ഷിക്കും, നമ്മളെ വഴി നടത്തും. അതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഈ ആരാധനാലയങ്ങൾ, അമ്പലമായാലും അതുപോലെ മോസ്കുകളായാലും ദേവാലയങ്ങളായാലും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉൾപ്രദേശങ്ങളുണ്ട്. ഗോത്രാചാര പ്രകാരമുള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ വനത്തിൽ കൂടി നടന്നു പോയി എടുക്കുന്നത്. അതുപോലെ വനത്തിനുള്ളിൽ പണ്ട് കൊളോണിയൻ കാലത്ത് സ്ഥാപിച്ച പള്ളികളുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാറുണ്ട്. അപ്പൊ അതുപോലെ മോസ്കുകളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്ക് അപകടമൊന്നും പറ്റാറില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. നമ്മളെ ഇവിടെ കയറുമ്പോഴേ നമ്മൾ തമ്പുരാനെ വിളിച്ചിട്ടാണ് കയറി പോകുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവര് നമുക്ക് ഈ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, അതിന് മുന്നിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, ആനയെ വഴിവെച്ച് കണ്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അകപ്പെട്ടിട്ടുണ്ട്. ഞാൻ സ്വസ്ഥമായി അവിടെ നിന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇറങ്ങി പോകുമ്പോൾ വൈകിട്ട് 6:15 പോകുമ്പോൾ റോഡിന് അടുക്ക് കിടക്കുകയാണ്. ഞാൻ വണ്ടി പുള്ളിപ്പുലി വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു, ഇറക്കമായതുകൊണ്ട് ഞാൻ ന്യൂട്രലിൽ പോവാണ്. വഴി വെച്ച് പുലിയെ കണ്ടു. പെട്ടെന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുലി അകത്ത് കയറി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈയിടെ കയറി വന്നപ്പോ കാട്ടുപോത്തിനെ കണ്ടു. കാട്ടുപോത്ത് പൊതുവെ ഒരു ആനയെക്കാളും പെട്ടെന്ന് ആക്രമിക്കുന്ന സാധനമാണ്. പക്ഷേ നമ്മള് ഇതിനെല്ലാം കണ്ടിട്ട് ഇതിന്റെ രീതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പ്രദേശത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് നമുക്കെല്ലാം അറിയാം. ആനയെ കണ്ടാലും നമുക്കറിയാം. അതിനോട് ബഹളം വെച്ച് കഴിഞ്ഞാലും അതിന് ശബ്ദം ഉണ്ടാക്കുക എന്ത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. നമ്മൾ ആദ്യമൊക്കെ ഇവിടെ വരുന്ന ആനയ്ക്ക് നേരത്തെ ഇരുന്ന അച്ഛനൊരു പേര് കൊടുക്കുമായിരുന്നു. ഒരു കൊമ്പനെ കണ്ടിട്ട് അപ്പു എന്ന് പേര് കൊടുത്തു. അപ്പുവിന് 2 ഭാര്യമാരുണ്ട്, അമ്മു, അമ്മണി. അങ്ങനെ സ്ഥിരമായി വന്ന് 10 ദിവസം പേര് വിളിക്കുമ്പോൾ അതിന് പിള്ളേരുണ്ടായിരുന്നു. 2 പിള്ളേരെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന അച്ഛനെ അതിന് കുട്ടനും കുട്ടപ്പൻ എന്ന് പേര് കൊടുത്തു. ആതിരപ്പള്ളിയിലാണ് ഏഴാറ്റുമുഖം ഗണപതി, അതുപോലെ ചില്ലിക്കൊമ്പൻ, അങ്ങനെയുള്ള ആനകളെ പോലെ തന്നെ നാട്ടിൽ പരിചയം സ്ഥിരമായി വരുന്ന ആനകളും മൃഗങ്ങളും പരിചയമാകുമ്പോഴത്തേക്ക് ജനങ്ങൾ ഞങ്ങൾ മാങ്ങാര സീസണിൽ ഇരുന്ന് മാങ്ങ ഈ മാങ്ങ പറക്കി ഞങ്ങൾ ഇട്ട് കൊടുക്കുമായിരുന്നു. പല ദിവസം ഇട്ട് കൊടുത്തപ്പോൾ മാങ്ങ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അത് വന്നോണ്ടിരിക്കും. എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തലി തകർക്കും. അങ്ങനെ മാവ് മൊത്തം കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അതാണ് മാവെല്ലാം കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതിന് വാട്ടർ ടാങ്ക് മേടി വെച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് വാട്ടർ ടാങ്ക് നിറഞ്ഞിടക്കും, വെള്ളം നിറച്ചിട്ടേക്കും. അത് തട്ടുമ്പോൾ അടപ്പ് തുറക്കും, വെള്ളം കുടിക്കും. ഒരു ദിവസം വന്ന് വെള്ളം ഇല്ലായിരുന്നു, അത് അടിച്ചു പിടിച്ചു കളഞ്ഞു. വെള്ളം കിട്ടാതെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. വന്യമൃഗങ്ങളുടെ ഒരു സ്ഥലമാണ് ശബരിമല. ഇത് പെരിയാർ കടുവാ സങ്കേതത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പൊ അതുപോലെ തന്നെ സീതത്തോട്, ആങ്ങാമൊഴി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലങ്ങൾ. അപ്പൊ ഇതിലേക്കൂടെ വരണമെങ്കിൽ ഗവി പോകുന്നവർക്ക് വരാൻ പറ്റിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. താമസിക്കാനായിട്ട് പള്ളി സംബന്ധ കാര്യങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. പിന്നെ അച്ഛന്മാരുടെ ലെറ്ററും കാര്യമാണ്. ഇത് എക്യുമെനിക്കൽ ഒരു പ്രസ്ഥാനമാണ്. ഇത് താമസിക്കാൻ നമുക്ക് റൂം 40 റൂം തന്നെ ഉണ്ട്. പിന്നെ ഡോർമെറ്ററി ഉൾപ്പെടെ നമുക്ക് 180 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഓരോ പള്ളിയുടെ സെമിനാറുകൾ, യൂത്തിന്റെ ക്യാമ്പുകൾ, അച്ഛന്മാരുടെ സെമിനാറുകൾ ഒക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ 7 പള്ളി സന്ദർശിച്ച് വരുന്നവർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫുഡൊക്കെ അവര് പറയുന്ന അനുസരിച്ച്, മെനു അനുസരിച്ച് നമ്മളിവിടെ ഫുഡ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. പുറത്തുള്ള ആൾ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. റൂമിനൊക്കെ നമുക്ക് എക്യുമെനിക്കൽ റേറ്റ് ആണ്. വെളിയിലാകെ 1400 കൊടുക്കുമ്പോൾ നമ്മൾ വെറും 750 രൂപയാണ്. ചെറിയ പൈസ മാത്രമേ മേടിക്കുന്നുള്ളൂ. ഡോർമെറ്റിക്ക് ഒരാൾക്ക് 150 രൂപ കൊടുക്കുന്നുണ്ടോ? ഫാമിലിയായിട്ട് വരുമ്പോൾ നമ്മുടെ അച്ഛന്മാരുടെ ലെറ്ററും ഒക്കെ വേണം. നമുക്ക് ആരാന്ന് അറിയത്തില്ല. ഏതെങ്കിലും ഒരു പള്ളിയുടെ അച്ഛന്റെ ലെറ്ററോ അങ്ങനെയാണെന്നേ കൊടുക്കാറുള്ളൂ. നമ്മുടെ ID പ്രൂഫ് ഒക്കെ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ റൂമുകൾ കൊടുക്കും. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഒരു സ്പിരിച്വൽ ഏരിയകളൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും നമ്മൾ ഈ പറയുന്ന സ്ഥലമല്ല ഈറ്റക്കാടുകൾ നിറഞ്ഞ, വൻമരങ്ങൾ നിറഞ്ഞ, അതുപോലെ തന്നെ കിളിയും മലയെണ്ണാനും ഒക്കെ നമ്മൾ ചാടി പോകുന്നുണ്ട്. അപ്പോൾ വനത്തിന്റെ വന്യതയെ ആസ്വദിച്ച് തന്നെ ഇവിടെ ഒരു ദിവസം തങ്ങാനും പറ്റും. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് സന്തോഷകരമായിട്ട് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ കാണാനും പറ്റും. അച്ഛൻ അടിപൊളിയായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് കേട്ടോ. അച്ഛൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, നല്ല പരിചയമായി. അപ്പൊ പ്രസന്റ് ചേട്ടനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് വരണമെന്ന്. നമ്മളെ സംവിധാനമുണ്ടെങ്കിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം. അപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് ബാക്കിലെല്ലാം വളരെ നിബിഡ വനമേഖലയാണ്. നമുക്ക് ശരിക്കും വരാം. സീതത്തോടും പ്ലാപ്പള്ളി വഴി വരുന്ന റിസ്ക്കാണ്. പ്ലാപ്പള്ളി മുതൽ ശബരിമല ഇങ്ങോട്ടുള്ള ആനയും വനപ്രദേശം. ഏത് സമയം ആനയെ കാണാൻ പറ്റും. അവിടെ എപ്പോഴും പ്രോപ്പറായിട്ട് വന ക്രോസിംഗ് ഉള്ള ഏരിയ. അങ്ങാമ്പുഴി പാലം കഴിഞ്ഞ് ഓരോ നിലയ്ക്ക് പള്ളിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഉൾവനത്തിലാണ് 2.5 കിലോമീറ്റർ.
മഴക്കാലത്ത് ആനകൾ വരാറുണ്ട്. അന്നേരം അതിന് ഒരു കുട്ടിക്കളിയുണ്ട്. അപ്പം ചള്ളയും വെള്ളവും ഒക്കെ കണ്ട് വെള്ളം കുടിക്കാനുള്ള സമയമുണ്ട്. അപ്പം വെള്ളം കുടിച്ചിട്ട് ഇത് ചള്ളയൊക്കെ കുടിച്ചിട്ട് ദേഹത്തൊക്കെ തൂത്താണ് ചിലപ്പോൾ കയറി വരുന്നത്. തണുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഈ തോമസ് ലീഗ സ്ഥാപിച്ച ഒരുപാട് പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. എടരപ്പള്ളിയിൽ ഒരു പള്ളി തന്നെയാണ് ഇവിടെ. അതിൽ ഏറ്റവും മനോഹരമായ ലൊക്കേഷനിൽ അതെ വനത്തിലുള്ള ഏക പള്ളി, മറ്റെല്ലാം തീരദേശങ്ങളിലുള്ള പള്ളികളായിരുന്നു. വനത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. കുരിശിന്റെ വഴിയാണ്. ഇതിന് മുകളിൽ ഒരു വനത്തിനുള്ളിൽ ഒരു കുരിശുണ്ട്. അവിടെ തീർത്ഥാടകർ പോകാറുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ഒരു വഴിയാണത്. കുരിശുമല എന്ന് പറയും. ഈ സ്ഥലത്തിന് പറയുന്നത് തേവർമല എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ ഇതിലെ വന്നിട്ട് കുരിശിന്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സ്ഥലമാണിത്. ജൂലൈ 3 സെന്റ് തോമസ് ഡേ ആണ്. അന്ന് എല്ലാ പള്ളിയിൽ നിന്നും ആൾക്കാർ വരും. അന്ന് ദുഃഖറാന തിരുനാളാണ്. എല്ലാ പള്ളിയുടെയും കുർബാന ഇവിടെ നടക്കപ്പെടുന്നതാണ്. പിന്നെ അച്ഛന്മാരുടെ സെമിനാറും ഒക്കെ ആ സമയത്ത് നടക്കും. പിന്നെ ജനുവരി 26-ാം തീയതി കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് 3000 പിള്ളേർ തീർത്ഥാടനം വരുന്ന ഒരു പള്ളിയാണ്. ഈ വർഷം ഭക്തി ആഡംബരകൂടി രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടി ഉച്ച കഴിഞ്ഞ് സൺഡേ സ്കൂൾ ദിനമായിട്ട് അവസാനിച്ചു. യാത്രാ കാഴ്ചകളിൽ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാണ് നിലയ്ക്കൽ പള്ളി. പക്ഷെ അന്ന് വിശദമായിട്ട് നമുക്കൊരാളെ കിട്ടിയിട്ടില്ലായിരുന്നു ഇതിന്റെ ഒരു കാര്യം പറയാനായിട്ട്. അങ്ങനെയാണ് ഇപ്പൊ കെയർടേക്കറായിട്ടുള്ള അച്ഛനെ കിട്ടിയത്. അച്ഛനാകുമ്പോൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് അറിയാം. ഒറ്റ സംസാരത്തിൽ തന്നെ അച്ഛൻ എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി. വീട്ടുകാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പള്ളി എപ്പോഴും ഒരു വലിയ ശാന്തമായ അന്തരീക്ഷത്തിലായതുകൊണ്ട് ആർക്കും വരാൻ പോകാം. അതുകൊണ്ട് സൂക്ഷിച്ച് വരണം കേട്ടോ. എല്ലാ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. 2 വീലർ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നടന്നു വരാൻ വലിയ റിസ്ക് എടുക്കണ്ട. വാഹനത്തിൽ വന്നാൽ മതി. നിലയ്ക്കൽ പള്ളി വരുന്നൊരു വാഹനത്തിൽ തന്നെ വരണം. നടന്നു വരേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വരാം. പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി സീതത്തോട് വഴി വരുന്നതാണ് നല്ലത്. ആങ്ങാമൂഴി പകലാണെങ്കിൽ കുഴപ്പമില്ല, വനത്തിൽ വരുന്ന കുഴപ്പമില്ല. ഒരു 5:30 കഴിഞ്ഞതിന് ശേഷം വരുവാണെങ്കിൽ സീതത്തോട് വഴി വരാവും. പ്ലാപ്പള്ളി വഴി വരുന്ന റിസ്ക് ആണ് ചിലപ്പോൾ. നിലയ്ക്കലെ സെന്റ് തോമസ് ചർച്ചിലെ എക്യുമെനിക് പള്ളിയുടെ കാഴ്ചകളാണ് തന്നത്. നമുക്കറിയാം എപ്പോഴും ദിവ്യതയുടെ പരിവേഷം വനത്തിനുള്ളിൽ ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്കും ദേവാലയങ്ങൾക്കും മോസ്കുകൾക്കും ഒക്കെ ഉണ്ട്. ജൂലൈ 3 സെന്റ് തോമസ് ദിനമാണ്. അന്ന് വളരെ വലിയ പരിപാടികൾ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും തിരുമേനിമാരൊക്കെ വരുന്ന വലിയ ചടങ്ങ് നടക്കുന്ന ഒരു പള്ളിയാണ് നിലയ്ക്കൽ പള്ളി. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മൾ ഈ നിലയ്ക്കൽ പള്ളി കാണുവാനും ഇവിടെ വരുമ്പോൾ ബ്ലസൻ ചേട്ടനുണ്ട്, ചരിത്രങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെ ആളുണ്ട്. അപ്പോൾ വരിക, കാണുക. ചരിത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിത്ര കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കണം. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നതിന് അറിവുകൾ കിട്ടുവാനും നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും പിന്നാലെ വന്നോളൂ.